ഹലോ, അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ തമ്മയില് കണ്ട പോലെ ഈ ഒരു പെർഫെക്റ്റ് ഹോം എന്ന് പറയുന്ന ഒരു സംഭവം, പെർഫെക്റ്റ് വീട്, എല്ലാം തികഞ്ഞ വീട്, ആ ഒരു സംഭവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര ആൾക്കാരുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമന്റ് ചെയ്യാട്ടോ. നമ്മളിപ്പോ ഇല്ലേ ഈ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് ഇൻസ്റ്റയില് റീൽസ് ഒക്കെ, ഒരു എസ്തെറ്റിക് പിൻട്രസ്റ്റി വൈബിലുള്ള വീടുകള്, ലിവിംഗ് റൂം, കിച്ചൺ, അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇടുക എന്ന് പറയുന്നത് ഭയങ്കര ട്രെൻഡാണ്. എനിക്കും അത് കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനൊക്കെ നല്ല നല്ല രീതിക്ക് വ്യൂസ് ഉണ്ട്. അതിന്റെ പിറകിൽ സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് അവർ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഓരോ ഷോട്ട് ആയിക്കോട്ടെ, അത് അറേഞ്ച് ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, നല്ല രീതിക്ക് ഹാർഡ് വർക്ക് എല്ലാം ആ ഒരു ചെറിയ ഷോട്ട് ആണെങ്കിൽ പോലും അതിന്റെ പിന്നിൽ അവരെടുക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊക്കെ എന്താ തോന്നാന്നറിയോ, ഞാനുണ്ടല്ലോ ഇപ്പം അങ്ങനത്തെ റീലൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ എൻ്റെ ഇവിടോട്ട് നോക്കാം. ഓ, ദാരിദ്ര്യം, ആ ഒരു സാധനം എനിക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? ആ ഇപ്പം ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണുമ്പോൾ സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്പേസിൽ ഒരു തരി പോലും പൊടി ഉണ്ടായിരിക്കില്ല, മാറാല ഉണ്ടായിരിക്കില്ല. ഇപ്പം ലിവിംഗ് റൂമിൽ ഇപ്പം ഇങ്ങനത്തെ കുഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ ഭയങ്കര എന്താ പറയാ, അടുക്കും ചുറ്റിയോടും കൂടെ ഒരെണ്ണം പോലും നേരെ തെറ്റിയിരിക്കുന്നുണ്ടായിരിക്കില്ല. ബെഡിലാണെങ്കിൽ പോലും ബെഡ്ഷീറ്റിൽ ഒരു ചുളിവ് ഉണ്ടായിരിക്കില്ല. അടുക്കളയിലൊക്കെ ഈ നമ്മളിപ്പം ഒരു കളർ തീം ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ പണ്ട് കല്യാണങ്ങൾക്കൊക്കെ കളർ കോഡ്, ഡ്രസ് കോഡ് ഒക്കെ ഇട്ട് വരണ പോലെ കിച്ചണിലൊക്കെ ഇപ്പൊ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. പാത്രങ്ങളും എല്ലാം സെയിം കളറിൽ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള സംഗതികൾ. അവിടെയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു പാത്രമോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയോ അങ്ങനെ ഒന്നുമില്ലാതെ, ഇപ്പൊ സിങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു 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 പൊടി പോലും ഇല്ലാതൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. സിങ്കല്ല, നമ്മുടെ സ്റ്റവ്. അപ്പോ അങ്ങനെയൊക്കെ ശരിക്കും എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു വീടാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കാരണം അങ്ങനത്തെ ചില റീൽസ് ഉണ്ടല്ലോ, ചില സെറ്റപ്പ് ഒക്കെ എനിക്ക് കാണുമ്പോൾ നമ്മുടെ ഇവിടെ ഹോം സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയുണ്ട്. അത് ഒരു ഷോറൂമാണ്. അത് എല്ലാവർക്കും നാട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് വീട്ടിലോട്ട് കിട്ടുന്ന എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അവരിങ്ങനെ ഒരു ലിവിംഗ് റൂം അല്ലെങ്കിൽ ഒരു ബെഡ്റൂം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് ശരിക്കും പറഞ്ഞ പോലെ എസ്തെറ്റിക് വൈബായിരിക്കും. അവിടെ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറോ ചരിയോ തിരിയൊന്നും ഉണ്ടായിരിക്കില്ല. ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് സെയിം ഡിറ്റോ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോ ആ പറഞ്ഞ ഹോം സെന്ററിൽ അവിടെ ആരും താമസിക്കില്ല. അതുകൊണ്ട് അവിടെ എപ്പോഴും ഇങ്ങനെയായിരിക്കും. ഈ വീഡിയോയുടെ പിറകിൽ എന്ന് പറയുന്ന സത്യാവസ്ഥ ചിലപ്പോൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ അവര് ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മേ ബി ആ ഒരു പെർട്ടിക്കുലർ സ്പേസ് അത്രയും അടുക്കും ചുറ്റിയോടും കൂടെ വെച്ചിരിക്കണായിരിക്കും എന്ന് കരുതിയിട്ട് അവരുടെ വീട് എപ്പോഴും 24/7 അങ്ങനെ തന്നെ ആയിരിക്കണം എന്നൊന്നുമില്ല. ക്ലീൻ ആയിരിക്കും അത് ഒരുപാട്. പക്ഷെ വല്ലപ്പോഴും ഒക്കെ തറയിൽ ഒരു പൊടി കാണൂലേ, ഒരു കുഷനും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കൂലേ. ചുമരില് ഇപ്പൊ എന്റെ ഈ ചുമരിലൊക്കെ ഇവിടെ പാടുണ്ട്. അത് പണ്ടും ഇവിടെ മുന്നേ താമസിച്ചിരുന്ന ആൾക്കാരുടെ ഒക്കെയോ അല്ലെങ്കിൽ നമ്മളുടെ കൈ പത്തിയോ അങ്ങനെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ തൊട്ട് 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 വരുന്ന സംഗതികളായിരിക്കും. ഇപ്പൊ ഇവിടെ ആരും താമസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പാടുകളോ ഇവിടെ വരുന്ന പൊടികളോ ഒന്നും ചിലപ്പോ ഉണ്ടായിരിക്കില്ല. നമ്മളെ പോലെയുള്ള മനുഷ്യന്മാര് താമസിക്കുന്ന സ്ഥലം ഒരിക്കലും ആ റീലുകളിൽ കാണുന്നത് പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും ഉണ്ടായിരിക്കില്ല, അല്ലേ? ഇപ്പോ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം അത് അവര് റീലിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ്, റീലല്ല റിയൽ, അതായത് ശരിക്കുള്ള ജീവിതം അതല്ല എന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അങ്ങനെ ആൾക്കാരുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ചിന്തിക്കുക, ഇപ്പോൾ അങ്ങനെ റീല് കണ്ടുകൊണ്ടിരിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലോട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമരുകളൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു തരി പോലും ഇല്ലാണ്ട് പുതിയ വീടായിരിക്കാം. പുതിയ വീടാകുമ്പോൾ അങ്ങനെയാണല്ലോ. പിന്നെ പിന്നെ എസ്തെറ്റിക് വൈബിൽ സെറ്റ് ചെയ്തിട്ട് ഈ പിൻട്രസ്റ്റി വൈബിലൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ വരാം. അത് അവരെ വീഡിയോയ്ക്ക് വേണ്ടി ചിലപ്പോൾ ആ വീഡിയോ എടുക്കുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ തൊട്ട് ബാക്കിൽ ചിലപ്പോൾ നല്ല അലമ്പായിട്ടായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കാം. ഞാനാണെങ്കിൽ പോലും ഡെയിലി വ്ളോഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്റെ വീട് എപ്പോഴും ക്ലീൻ ഒന്നുമല്ല. ഞാൻ ചിലപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ലപോലെ വൃത്തിയാക്കി വെക്കും. മാക്സിമം പറ്റുന്ന രീതിയിലുള്ള പൊടിയും ഇതൊക്കെ മാറ്റി അടുക്കും ചുറ്റിയോടും കൂടെ വെക്കും. എവിടെയെങ്കിലും അലമ്പായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്പോട്ട് ഞാൻ ഷൂട്ട് ചെയ്യൂല. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ ഒരു സംഭവം ഭയങ്കര ഇതാക്കിയിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരെ അത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ഓക്കെ, നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും നമ്മുടെ വീടൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതുപോലെ ഈ വീഡിയോസിലൊക്കെ കാണുന്നത് പോലെ നല്ല നല്ല ഡെക്കറേറ്റീവ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യണം എന്നുള്ള ഉണ്ടായിരിക്കും. അത് എപ്പോഴും നമ്മൾക്ക് അത് വാങ്ങിക്കാൻ പറ്റുമോ,
ആ ഒരു തോട്ടും കൂടെ നമുക്ക് വരണം. പക്ഷേ ചില ആൾക്കാർക്ക് അത് വാങ്ങിക്കാൻ പറ്റാത്തതും ഭയങ്കര കുറ്റബോധമായിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം അവരുടെ റീൽസിലൊക്കെ നോക്കുമ്പോൾ അവരുടെ വീടൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഇരിക്കണം, നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് അവർ യൂസ് ചെയ്യുന്നു. കുഷൻസ് ആണെങ്കിലും ബെഡ്റൂം, ലിവിംഗ് റൂം എല്ലാം ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഡെക്കറേറ്റീവ്സ് അങ്ങനെ ഒക്കെ ഇരിക്കുന്നു. പക്ഷെ നമ്മള് ചിലപ്പോൾ വീടൊക്കെ എത്ര ക്ലീൻ ചെയ്താലും വൃത്തിയാവുന്നില്ല. ചുമരിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടായിരിക്കാം, കുഷന്റെ ഇവിടെയൊക്കെ ചിലപ്പോൾ പൊടി ഉണ്ടായിരിക്കാം, തറയിൽ വല്ല ചായ വീണിട്ടുള്ള പാടോ, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്, ക്രയോൺ, സ്കെച്ച് മുതലായ സാധനങ്ങൾ വെച്ച് വരച്ചിട്ടുള്ള പാടുകൾ തറയിലും ചുമരിലും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ, എന്റെ വീട് മാത്രമല്ല ഇങ്ങനെ, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ആ വീഡിയോസിൽ കാണുന്നത് പോലെ എനിക്ക് എന്റെ വീടാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സംഭവം കുറെ ആൾക്കാരുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, അത് ശരിക്കുള്ള ഒരു ലൈഫൊന്നും അല്ല. അത് ഓക്കെ, അവരുടെ വീട്ടിൽ ആ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കുമായിരിക്കും, അവര് പൈസ ഉള്ളത് കൊണ്ട് അവര് മേടിക്കുന്നു. ഇപ്പൊ നമുക്കും അതേപോലെ തന്നെ നമ്മുടെ വീടാക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ആക്കാം. എന്നിരുന്നാൽ പോലും അത്രയും ആ വീഡിയോയിൽ അവർ പ്രസന്റ് ചെയ്യുന്നത് പോലെ ഓർഗനൈസ്, സ്ട്രക്ചർ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരിക്കലും 24 മണിക്കൂർ ഇരിക്കൂല. നമ്മൾ മനുഷ്യന്മാര് ജീവിക്കുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇച്ചിരി പൊടിയും അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ മാറി മറിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ അതൊരു വീടല്ല. അപ്പോ ഈ ഞാൻ പറയാ പെർഫെക്റ്റ് ഹോം എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. ഇപ്പൊ ഈ കുറെ ആൾക്കാർ ഇപ്പൊ നമ്മളിപ്പോ ഉണ്ടല്ലോ, നമ്മൾ ഭയങ്കര പ്ലാൻ ഒക്കെ ചെയ്തിട്ട് നമ്മൾ അടിപൊളിയായിട്ട് കുറെ ആർക്കിടെക്ട്, ഇന്റീരിയർ ഡിസൈനേഴ്സ് അവരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ ഇപ്പത്തെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു 2026 ആണ്, ഞാനൊരു വീട് വെച്ചു എന്ന് കരുതുക. ഞാൻ ഇപ്പത്തെ ഒരു ട്രെൻഡിനനുസരിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ കുറെ റിസർച്ച് ഒക്കെ ചെയ്ത് കുറെ പറഞ്ഞ പോലെ ആർക്കിടെക്ട്, ഇന്റീരിയർ ഡിസൈനേഴ്സ് അവരോടൊക്കെ ചോദിച്ചിട്ട് ഇപ്പത്തെ നല്ല അടിപൊളിയായിട്ട് മോഡേൺ ആയിട്ടുള്ള ഒരു വീടായിരിക്കും ഞാൻ ചിലപ്പോൾ വെക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒരു 10 വർഷം കഴിയുമ്പോൾ അതായിരിക്കില്ല അപ്പത്തെ ട്രെൻഡ്. അപ്പൊ ഈ ഇന്നോവേഷൻസ് ഒക്കെ വന്ന് പുതിയ പുതിയ സാധനങ്ങൾ വരും. അപ്പൊ ചിലപ്പോൾ നമുക്ക് തോന്നും, ഷോ ആ സാധനം ഇങ്ങനെ വെക്കണ്ടായിരുന്നു, ലിവിംഗ് റൂമിന്റെ നടുക്ക് അങ്ങനെ വെക്കണ്ടായിരുന്നു, ഇങ്ങനത്തെ പോലെ ചെയ്യാം എന്നുള്ളൊരു തോട്ട് നമുക്ക് വരും. ഇതൊക്കെ കാലം അനുസരിച്ചിട്ട് ഇങ്ങനെ മാറി 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 വരുന്ന സംഗതികളാണ്. അതുകൊണ്ട് വീഡിയോയില് അല്ലെങ്കിൽ റീൽസിലൊക്കെ നമ്മൾ ഇങ്ങനെ പലതും കണ്ടു, അതൊന്നും എന്റെ വീട്ടിലില്ല, എന്റെ വീട് ഇങ്ങനെയാണല്ലോ, എനിക്ക് അതുപോലെ ഒന്നും ആക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റി വെച്ചേക്കാം. എത്ര വലിയ അടിപൊളി വീടാണെന്നുണ്ടെങ്കിലും അവിടെയുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുന്നില്ല, പരസ്പരം കോർഡിനേഷൻ ഇല്ല, പരസ്പരം സ്നേഹം ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു വീടല്ല. പിന്നെ പെർഫെക്റ്റ് ഹോം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെന്ന് ഞാൻ പറയും. അത് ഈ പറയുന്ന പോലെ അവിടെ താമസിക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് മഴ പെയ്യുമ്പോൾ ഓട് പൊട്ടി അവിടുന്ന് വെള്ളം ഒലിക്കുന്നുണ്ടെങ്കിലും, പൊടി പിടിച്ചിട്ട് സ്ഥലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും, തറയിൽ എവിടെയെങ്കിലും കര കിടക്കുന്നുണ്ടെങ്കിലും, തറയിലും ചുമരിലും ക്രയോൺസിന്റെയും സ്കെച്ചിന്റെയും ലിപ്സ്റ്റിക്കിന്റെയും പാടുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊരു പെർഫെക്റ്റ് ഹോം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ പെർഫെക്റ്റ് ഹോം എന്ന് പറയുന്നത് ഇതേപോലെ ലക്ഷറി ആയിട്ടുള്ള ഡെക്കറേറ്റീവ്സ് വെക്കുക, കളർ തീമിൽ ചുമരുകളാക്കി വെക്കുക, ഭയങ്കര എപ്പോഴും വീഡിയോസിൽ കാണുന്നത് പോലെ എസ്തെറ്റിക് പിൻട്രസ്റ്റി വൈബിൽ വീട് സെറ്റ് ചെയ്ത് വെക്കുക, അതാണ് ഈ പറയുന്നത് പോലെ ഒരു കുഞ്ഞി കൂരയാണെന്നുണ്ടെങ്കിലും അവിടെ താമസിക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തിലും സ്നേഹത്തിലും ജീവിക്കുന്ന ഒരു കുട്ടി വീടാണെങ്കിലും അതാണ് നിങ്ങളുടെ പെർഫെക്റ്റ് ഹോം എന്നുള്ളത് കമന്റ് ചെയ്യുക. എഴുതിയിട്ട് ഞാൻ ഒരിക്കലും ഈ പറയുന്നത് പോലെ ഭയങ്കര അടിപൊളിയായിട്ട് എസ്തെറ്റിക് വൈബിൽ അവരുടെ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഞാനും വീടൊക്കെ പണിയും അങ്ങനെ ഇനി വെക്കത്തുള്ളൂ. പക്ഷെ എന്ന് കരുതിയിട്ട് എന്റെ വീട് എപ്പോഴും പറയണ പോലെ ആ വീഡിയോസിലൊക്കെ പറയണ പോലെ നീറ്റ് ആൻഡ് ക്ലീൻ ഒന്നും ആയിരിക്കണം എന്നില്ല. നമ്മൾ വീട് പണിയുന്ന കുറച്ച് 1-2 വർഷത്തിൽ നമ്മൾ ഈ പുത്തനച്ചി മറ്റേ പുറപ്പുറ തൂക്കുക പറയണത് പോലെ ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകും. പക്ഷെ ഈ കുറച്ച് പോകെ 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 നമ്മൾ ശ്രദ്ധിക്കുന്നതിന്റെ അളവ് ചിലപ്പോൾ കുറഞ്ഞു വരില്ലേ. പിന്നെ ഈ എന്താ പറയാ, വീഡിയോയിൽ കാണുന്ന എസ്തെറ്റിക് ആൻഡ് പിൻട്രസ്റ്റി വൈബുള്ള വീടും നമ്മൾ ഉള്ള വീട് വൃത്തിയാക്കി സൂക്ഷിക്കണം എന്നുള്ളതും രണ്ടും ഡിഫറെന്റ് ആണ് കേട്ടോ. അപ്പോ നിങ്ങളുടെ മനസ്സിലുള്ള പെർഫെക്റ്റ് ഹോം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ഈ റീലല്ല ശരിക്കുള്ള ജീവിതം. റീലിന് വേണ്ടിയിട്ട് നമ്മളത് ചുമ്മാ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതൊക്കെ വെറും ക്രിയേഷൻ മാത്രമാണ്. നമ്മളുടെ യഥാർത്ഥ ജീവിതവും റീലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കുറെ ആൾക്കാർ ഈ റീല് കണ്ട് പലപ്പോഴും അത് മറന്നു പോവാറുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിക്കേണ്ട. നമുക്ക് ഉള്ള ഇടം
നല്ലപോലെ നമ്മൾ വൃത്തിക്ക് സൂക്ഷിക്കാം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുഞ്ഞി ഒരു ടേബിളിൽ സെറ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ഒരു മണി പ്ലാന്റ് വെക്കുക. ഇപ്പൊ ഞാനിവിടെ വെച്ചിരിക്കുന്ന ആ ഒരു ചെടി ഉണ്ടല്ലോ, അതൊരു 10 പൈസ കൊടുക്കണ്ട. അപ്പുറത്തെ തറവാട്ടിൽ ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ടിരിക്കുന്ന സാധനമാണ്. അതിന് ആ കുപ്പിയിൽ ഒരു ഇച്ചിരി വെള്ളം വെച്ചാൽ മതി. പക്ഷെ അത് കാണുമ്പോൾ പോലും അടിപൊളിയാണ്. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ വീട് മനോഹരമാക്കുക. മറ്റുള്ളവരുടെ വീട്ടിൽ അതുണ്ട് ഇതുണ്ട്, റീലിൽ കാണുന്ന വീട് എന്റെ പോലെ അല്ലല്ലോ, അവർക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്, അങ്ങനെയൊന്നും ഇനി വിചാരിക്കില്ല കേട്ടോ. അപ്പോ നിങ്ങളുടെ മനസ്സിലുള്ള പെർഫെക്റ്റ് ഹോം എന്താന്നുള്ളത് കമന്റ് ചെയ്യാം. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.